ആയുർവേദവും അലോപ്പതിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. എന്താ നീഡ് ഓഫ് ദ അവർ. ഇപ്പോൾ നമ്മുടെ ഭാഗ്യവശാൽ നമ്മുടെ സർക്കാരും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഈ കഴിഞ്ഞ 10 വർഷത്തിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ പലതും നമുക്ക് ആയുർവേദ സമൂഹത്തിന് പോലും ലജ്ജിക്കാൻ തക്കവണ്ണം സ്പീഡിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയുഷ് മിനിസ്ട്രി ഉണ്ടാക്കി ആയുർവേദത്തെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ, അത്രയൊന്നും ആയുർവേദ സമൂഹത്തിൽ നിന്ന് പോലും അത്രയും പ്രോത്സാഹനങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്നുള്ളത് നീഡ് ഓഫ് അവർ. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യമേ തന്നെ പറഞ്ഞു, ടെക്നോളജി വി ഹാവ് ടു, ദാറ്റ് ഇസ് എ കോമൺ പ്രോപ്പർട്ടി. സയൻസിൻ്റെ പ്രോപ്പർട്ടിയാണ് ടെക്നോളജി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് പറയുന്നത്? വാട്ട് ഇസ് ദ റൈറ്റ്? അപ്പോൾ അത് നമ്മൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് കാലാനുസൃതമാണ് ആയുർവേദം എന്ന് പറയുന്നുണ്ട്. ആയുർവേദം ആദ്യമേ പറയുന്നുണ്ട്, ആയുർവേദം കാലാനുസൃതമാണ്. കാലാനുസൃതമായിട്ട് കൂട്ടിച്ചേർക്കലുകൾ വേണം, ഒഴിവാക്കപ്പെടേണ്ടത് ഒഴിവാക്കപ്പെടണം എന്ന് പറയുന്നുണ്ട്. ആചാര്യന്മാർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത് എന്നാ നിന്നുപോയത്? 800 വർഷം മുമ്പ് മുഗളന്മാർ വന്നപ്പോഴാണ് ഇതിനൊരു അപജയം തുടങ്ങിയത്. അപ്പോൾ ബ്രിട്ടീഷും പോർച്ചുഗീസും ഒക്കെ വന്നപ്പോഴേക്കും അത് പൂർണ്ണമായി. ആ പുച്ഛം ഇന്നും മാറി വരുന്നേ ഉള്ളൂ. സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു ഉണർവ് വന്നു തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ യോഗ ഇൻ്റർനാഷണലി അക്ലെയിംഡായി. എത്ര പേര് ഇപ്പോൾ നമ്മൾ കുംഭമേള വന്നപ്പോൾ നമ്മൾ അറിയാത്ത മുഖങ്ങളെ കണ്ടില്ലേ? ബിൽഗേറ്റ്സിൻ്റെ ഭാര്യ വരുന്നു, ഇയോൺ മസ്ക് വരുന്നു, വേറെ എത്രയോ ആളുകൾ വരുന്നു. ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും ഒക്കെ കുംഭമേളയെ വരുന്ന അതിൻ്റെ മാഹാത്മ്യം പാടുന്നു. ഇത് കാണുമ്പോൾ ബാക്കിയുള്ള സാധാരണ ജനങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാകും. അങ്ങനെ തന്നെയാണ് ആയുർവേദത്തിനും പറ്റിയിരിക്കുന്നത്. ആയുർവേദം പോപ്പുലറൈസ് ചെയ്യുക, നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോയിൻ്റ്, പോപ്പുലറൈസ് ചെയ്യുക എന്നുള്ളത് കാലത്തിൻ്റെ അനിവാര്യതയാണ്. കാരണം അത്രയധികം ലിമിറ്റഡ് ആയിപ്പോയി നമ്മുടെ ആരോഗ്യരംഗം. സർജറി, മെഡിസിൻ, സ്റ്റെറോയിഡ്സ്, ആൻറ്റിബയോട്ടിക് എല്ലാത്തിനും കൊടുക്കരുത് ഇല്ലേ? ഇപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ആൻറ്റിബയോട്ടിക് നമുക്ക് ഫ്രീ ആയിട്ട് വാങ്ങിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട് ആ ഗതി വന്നു? അതിനാണ് നമ്മൾ ഒരർത്ഥത്തിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്.